മൂന്നാം തവണയും നരേന്ദ്രമോദി ഭാരതത്തിൽ അധികാരത്തിൽ വരുമെന്ന് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. 400 സീറ്റിൽ ഒരു സീറ്റ് തിരുവനന്തപുരത്ത് നിന്നാണ്. തിരുവനന്തപുരത്ത് ഭാരതീയ വിചാര കേന്ദ്രം സംഘടിപ്പിച്ച കുടുംബ സംഗമ ചർച്ചയിലായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. ശാസ്ത്ര സാങ്കേതിക വിദ്യാർത്ഥികളെ പരിഗണിക്കാതെയുള്ള വികസന പ്രവർത്തനങ്ങൾ ഒരു നാടിന് എങ്ങനെ ഉതകുമെന്നതായിരുന്നു ചോദ്യം. മറുപടി ഇങ്ങനെ: ഈസ് ബിഗിനിങ് ഓഫ് ദ പുത്തൻ തിരുവനന്തപുരം. ഇതിനായി NDAയുടെ ഒരു പ്രതിനിധി അധികാരത്തിൽ വരണം. നിക്ഷേപങ്ങൾ നടക്കേണ്ടത് റോഡ്, പാലം തുടങ്ങിയ നിർമ്മാണ മേഖലകളല്ല, യുവജനതയുടെ കഴിവിലാണ്. കഴിവുള്ള യുവതലമുറയെ വാർത്തെടുക്കുന്നതിലൂടെ ഇന്ത്യ സാമ്പത്തികമായും സാങ്കേതികമായും മുന്നിലെത്തും. ടാലന്റ് ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് വരും, ടാലന്റ് ഇല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് വരില്ല. അതുകൊണ്ട് ക്വാളിറ്റി ഓഫ് സ്റ്റുഡൻസ്, ക്വാളിറ്റി ഓഫ് അക്കാഡമിക് ഔട്ട്പുട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, നാളെ വരുന്ന കാലത്തെല്ലാം it takes on even more significant. മാനവ വിഭവശേഷിയിൽ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുക എന്നത് ഒരു രാജ്യത്തിന്റെ ഭാവിക്ക് ഏറ്റവും മുതൽക്കൂട്ടായ കാര്യമാണ്. അത് തിരുവനന്തപുരത്ത് തനിക്ക് ചെയ്യാൻ സാധിക്കും. തിരുവനന്തപുരത്തെ എല്ലാ യുവ ബോയ് ഗേൾ ആരാണെങ്കിലും അവർക്ക് ഇൻഡസ്ട്രി റെഡി സ്കിൽസ് ഈ 5 കൊല്ലത്തിൽ എല്ലാവർക്കും കിട്ടും, ഓഫ് ദെയർ ചോയ്സ്, ഫ്രീ ഓഫ് കോസ്റ്റ്. അപ്പോൾ ഒരു BA ഓണേഴ്സ് സ്റ്റുഡൻ്റ് ആണെങ്കിലും, ഒരു BSc ഫിസിക്സ് ആണെങ്കിലും, ഒരു B.Ed ആണെങ്കിലും അവർക്ക് ഇന്നത്തെ ഒരു ലോകത്തില് അറിവ് എന്ന് പറഞ്ഞ നോളജ് ഡിഗ്രി തരുന്നുണ്ട്, കഴിവ് എന്ന് പറഞ്ഞ സ്കിൽസ് ഇല്ലെങ്കിൽ ദേ ആർ നോട്ട് കോമ്പറ്റീറ്റീവ് ഈ ജോബ് മാർക്കറ്റിൽ. ആ കഴിവ് ആണ് സ്കിൽ ഇന്ത്യന്റെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജിന്റെ ഏറ്റവും വലിയ ഫോക്കസ്. ഭാരതീയ വിചാര കേന്ദ്രത്തിൽ നടന്ന കുടുംബ സംഗമം പരിപാടിയിൽ നിരവധി യുവാക്കളും പ്രമുഖരും പങ്കെടുത്തു. വ്യവസായം, ശാസ്ത്ര സാങ്കേതികം തുടങ്ങിയ വിഷയങ്ങളിലെ പുത്തൻ ആശയങ്ങളെക്കുറിച്ച് കുടുംബാംഗങ്ങൾ രാജീവ് ചന്ദ്രശേഖറുമായി സംവദിച്ചു. ജനം, തിരുവനന്തപുരം.